ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ വേരിയസ് ഫ്രം 1 to n ai മെഷർ ഓഫ് ഇ. അപ്പോൾ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പോലും നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 4 0 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആൻഡ് 2 4 1 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 ആൻഡ് 3 4 2 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു 3. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ കൂടിയാണ്, പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ 3 എലമെൻറ്റ് മാത്രമാണ് റേഞ്ച് സെറ്റിലുള്ളൂ, അതുകൊണ്ട് ഇത് സിമ്പിൾ ഫംഗ്ഷൻ കൂടിയാണ്. ആൻഡ് a1 ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ 0 ക്ലോസ് 0 ഓപ്പൺ 1, a2 ഈക്വൽ ടു ക്ലോസ്ഡ് 1 ഓപ്പൺ 2 ആൻഡ് a3 ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ 2 3. a1 a2 a3 ആർ disjoint, pairwise disjoint, and their union must be equal to close interval 0 3. That's our E. Therefore lambda 1 equal to 1, lambda 2 equal to 2, and lambda 3 equal to 3. So we can write the canonical representation of this simple function as phi is equal to summation j varies from 1 to 3 lambda j chi aj. Therefore its Lebesgue integral is of the form integral over e phi can be written as first one into measure of that set a1 plus 2 into measure of a2 plus 3 into measure of a3. So you got 1 into 1 plus 2 into 1 plus 3 into 1. That means 1 plus 2 plus 3. That is equal to 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻ്റെ ലെബേഗ് ഇൻ്റഗ്രേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇനി അടുത്ത് നോക്കുന്നത് അതിൻ്റെ ലീനിയാരിറ്റിയും മോണോട്ടോണസിറ്റിയാണ്. സാധാരണ റീമാൻ ഇൻ്റഗ്രേഷൻ്റെ ലീനിയാരിറ്റി പറയുന്നത് സം ഓഫ് 2 റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ അഗെയിൻ റീമാൻ ഇൻ്റഗ്രബിൾ ആൻഡ് സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് 2 റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ അഗെയിൻ റീമാൻ ഇൻ്റഗ്രബിൾ എന്നും പഠിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ എഫ് ലെസ് ആർ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ലെസ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി. അതേ കാര്യം തന്നെയാണ് ഇവിടെ സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻ്റെ കാര്യവും പഠിക്കുന്നത്. Let us given two simple measurable functions phi and psi on a set of finite measure E, and alpha and beta are two real numbers. Then integral over E alpha phi plus beta psi equal to alpha into integral over E phi plus beta into integral over E psi. If phi less than or equal to psi on E, then integral phi less than or equal to integral over E psi. മോണോട്ടോണിക് പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തേത്. ആദ്യത്തെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണ് പ്രൂവ് ചെയ്യുക. ആദ്യം സപ്പോസ് ചെയ്തു phi and psi are two simple measurable functions on E, and choose ei varies from 1 to n be a finite disjoint collection of subsets of E such that E can be written as a union ei, and phi and psi has the images ai and bi in ei. Phi of x is equal to ai and psi of x is equal to bi on ei. Phi is equal to summation I varies from 1 to n ai into chi ei, and psi is equal to summation I varies from 1 to n bi into chi ei. പ്രത്യേകം ഓർക്കുക, ഇത് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം എ ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നോ ബി ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നോ പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിവേ ഫ്രം ദ എബോ ലെമ്മ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഐ വേരിയസ് ഫ്രം 1 to n ai into measure of ei, and integral psi can be written as summation I varies from 1 to n bi into measure of ei. Next we have to prove alpha phi plus beta psi എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ലീനിയാരിറ്റി പ്രിസർവ് ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഫൈയും സൈയും സിമ്പിൾ ഫംഗ്ഷനാണ്. സ്കാലാർ മൾട്ടിപ്പിൾ ചെയ്യും ആഡ് ചെയ്യും ചെയ്താലും സിമ്പിൾ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും, കാരണം ഇമേജിൻ്റെ എണ്ണം ഫൈനൈറ്റ് തന്നെ ആയിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആൽഫ ഫൈ പ്ലസ് ബീറ്റ സൈ അഗെയിൻ വാട്ട്സ് a simple function with the images on ei as alpha into ai plus beta into bi is a image in e1. ഇപ്പോൾ e1 ലാണെങ്കിൽ a1 alpha a1 plus beta b1 എന്നായിരിക്കും. ഓക്കെ, പ്രത്യേകം കൊടുക്കുക. Therefore it will have a representation of the form alpha phi plus beta psi can be written as summation I varies from 1 to n alpha ai plus beta bi chi ei. ഇത് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ല എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. ആവണമെന്നില്ല, അല്ലാന്നല്ല, ആവണം നിർബന്ധമില്ല. എനിവേ ബീങ് എ സിമ്പിൾ ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ്സ് integral as integral over psi alpha plus beta alpha phi plus beta psi can be written as summation I varies from 1 to n alpha ai plus beta bi into measure of ei. That can be written as alpha into summation I varies from 1 to n ai into measure of ei plus beta into summation I varies from 1 to n ba into measure of ei. Therefore alpha into integral over e phi plus beta into integral over e psi എന്നതാണ്. അപ്പോൾ ലീനിയാരിറ്റി പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് മോണോട്ടോണിക് പ്രോപ്പർട്ടിയാണ്. Suppose that phi less than or equal to psi on E, that is phi of x less than or equal to psi of x for all x element of E. Okay,
അപ്പോൾ ഇയിൽ അങ്ങനെയാണെങ്കിൽ ഇ ഐയിലും അത് സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ഫൈ ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ഇ ഐ വേരീസ് ഫ്രം 1 to n. പക്ഷേ ഫൈയുടെ ഇ ഐയിലുള്ള വാല്യൂ എ ഐ ആണ്, സൈഡേത് ബി ഐ ആണ്. ഫോർ എ ലെസ് ആർ ഈക്വൽ ടു ബി ഐ. എ ലെസ് ആർ ഈക്വൽ ടു ബി ഐ ഇംപ്ലൈസ് എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു ബി ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ ബിക്കോസ് മെഷർ ഓഫ് ഇ ഐസ് ആർ ആൾവേസ് നോൺ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പറ്റില്ല, നെഗറ്റീവ് ആകുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടേക്ക് സമ്മേഷൻ ഓവറോൾ ഐ വേരീസ് ഫ്രം 1 to n എ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു സമ്മേഷൻ ഓവറോൾ ഐ വേരീസ് ഫ്രം 1 to n ബി ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ. ബട്ട് ദ ലെഫ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രൽ ഓവർ ഇ ഫൈ ആൻഡ് ദ റൈറ്റ് വൺ ഈസ് integral over e psi. That means integral over e phi less than or equal to integral over e psi. Okay, monotonic property. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ലെബേക്ക് ഇൻറ്റഗ്രേഷൻ ലീനിയാരിറ്റിയും മോണോട്ടോണിക് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലീനിയാരിറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് over a set of finite measures shows that the restriction in the statement of lemma 1 that the collection EIB disjoint is unnecessary. അപ്പോൾ അതായത് ഇവിടെ ഈ പെയർ വൈസ് ഇ ഐസ് പെയർ വൈസ് ഡിസ്റ്റോയിൻ്റ് ആണെന്ന് പറയണമെന്ന് അതുപോലും ഇവിടെ നിർബന്ധമില്ല. പെയർ വൈസ് ഡിസ്റ്റോയിൻ്റ് അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം ഇയുടെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്കതൊരു പ്രശ്നം വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, the Riemann integral of a step function over a closed and bounded interval is equal to Lebesgue. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓവർ എ ക്ലോസ് ഇൻ്റർവലിൻ്റെ റീമാൻ ഇൻ്റഗ്രൽ വാല്യൂവും ലെബേക്ക് ഇൻ്റഗ്രൽ വാല്യൂവും സെയിം ആണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി കൺസിഡർ ചെയ്തു ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഫൈ ഫ്രം ക്ലോസ് ഇൻ്റർവൽ ബി ടു ആർ ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓവർ ക്ലോസ് ഇൻ്റർവൽ ഇ ബി. ദെൻ ഇറ്റ് ഹാസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫോം കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഫൈ ഈക്വൽ ടു സമ്മേഷൻ ജെ വേരിയസ് ഫ്രം 1 to n എ ജെ കൈ ഐ ജെ. ഐ ജെസ് ഇൻ്റർവൽ ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ഇത് ഇൻ്റർവൽസ് കിട്ടുമെന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചു. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷനും സിമ്പിൾ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മെഷറബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിൽ രണ്ടിനും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസും ആയിരിക്കും. സ്റ്റെപ്പ് ഫംഗ്ഷനിൽ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടീഷൻ ഇൻ്റർവൽ പാർട്ടീഷനാണ്. ഇൻ്റർവെല്ലിൽ മാത്രമേ പറയുള്ളൂ. സിമ്പിൾ ഫംഗ്ഷൻ ഇൻ്റർവൽ പാർട്ടീഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഡിറിച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. രണ്ട് ഇമേജ് മാത്രമേ ഉള്ളൂ, അത് മെഷറബിളും ആയതുകൊണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ല. കാരണം അത് ഇൻ്റർവെല്ലായിട്ടല്ല ക്ലോസ് ഇൻ്റർവൽ 0-1 റാഷണൽസും ഇറാഷണൽസും ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, for ij is the inverse image of aj under phi. അത് ഈ ഐ ജെസ് ഒക്കെ ഇൻ്റർവൽസ് തന്നെയായിരിക്കും ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ. യൂണിയൻ ജെ വേരീസ് ഫ്രം 1 to n ഐ ജെ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് ദേ ആർ പെയർ വൈസ് ഡിസ്റ്റോയിൻ്റ്. ആക്ച്വലി ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫൈ ഈസ് എ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഐ ജെസ് ഒക്കെ ഇൻ്റർവലാണ്, മെഷറബിൾ ആണ്. മെഷർ ഓഫ് ഐ ജെ മസ്റ്റ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ഐ ജെ. ദാറ്റ് ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു ബി മൈനസ് എ ഈക്വൽ ടു ലെങ്ത് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. By the definition of the Riemann integral of a step function, we will get integral over e phi is equal to summation j varies from 1 to n aj into length of ij എന്നാണ് നമുക്കറിയാം. പക്ഷേ every step function is a simple function. So by the definition of the Lebesgue integral of the simple function using the canonical representation, we get integral over e phi എന്ന് പറഞ്ഞാൽ close interval ab equal to summation j varies from 1 to n aj into measure of ij. But you know, being an interval, measure of ij must coincide with its length. That is equal to summation j varies from 1 to n aj into length of ij. But here length of ij that summation must be equal to integral a to b phi. That is the Riemann integral value. Therefore we get what the Riemann integral value. ഇപ്പോൾ തൊട്ട് മുകളിൽ എഴുതിയിൽ ആർ ഓഫ് കൂടി എഴുതണമായിരുന്നു കേട്ടോ. അതായത് ആൾസോ Riemann integral of phi over close interval a b is എന്ന് പറയുന്നത് ആർ ഓഫ് കൂടി എഴുതുക. Therefore the Riemann integral value of the step function must coincide with its Lebesgue integral. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് ലോവർ ആൻഡ് അപ്പർ ലെബേക്ക് ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഡിഫൈൻഡ് ആണ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അപ്പോൾ ഈ എന്നൊരു സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡും മെഷറബിളുമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻഡ് ഓൺ ഇ. അതായത് എഫ് ഫ്രം ഇ ഇൻറ്റു ആറോ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡോ ആയിരിക്കാം. അത് അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷന് വേണ്ടി നമ്മൾ അപ്പർ ആൻഡ് ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും റീമാൻ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്തിരിക്കുന്ന യൂസിങ് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തിരുന്നു. ആ സ്റ്റെപ്പ് ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്ത് സിമ്പിൾ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രലും ലോവർ ലെബേക്ക് ഇൻ്റഗ്രലും കിട്ടും. ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് സുപ്രീമം ഓവർ ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ. അതായത് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനേക്കാൾ കുറവ്
ആ വരുന്ന താഴെ അതിൻ്റെ ഗ്രാഫിന് താഴെ വരുന്ന എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും ലെബേക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അത്തരം ഫങ്ഷൻസിൻ്റെ ലെബേക്ക് ഇൻ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ ആയിരിക്കും ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി എഫ് എന്ന ഫംഗ്ഷനേക്കാൾ വലിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും എടുക്കുന്നു ഓവർ ഇ. അതിനുശേഷം ആ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുന്നു സിമ്പിൾ ഫംഗ്ഷൻ്റെ. അത്തരം ഇൻ്റഗ്രൽ വാല്യൂകളുടെ ഏറ്റവും ചെറിയ അതായത് ഇൻഫിമം വാല്യൂവിനെയാണ് നമ്മൾ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇത് റീമാൻ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് ഇൻ്റർവെലിൽ മാത്രം വർക്ക് ചെയ്തതിനെ നമ്മൾ ഇൻ ജനറൽ മെഷറബിൾ സെറ്റ്സിലേക്ക് മാറ്റുമ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ ചെറിയൊരു മാറ്റം കൊണ്ടുവരികയാണ് സിമ്പിൾ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റിലേക്ക്. ദെർഫോർ ദ റീമാൻ ലോവർ ഇൻ്റഗ്രൽ ആൻഡ് അപ്പർ ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ബട്ട് ദി ലെബേക്ക് അപ്പർ ആൻഡ് ലോവർ ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് ദി സിമ്പിൾ ഫംഗ്ഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആ പ്രത്യേക ഡെഫിനിഷൻ ഓർത്തു വയ്ക്കുക. ഇനി ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം ഇ ടു ആർ ഈസ് എ ബൗണ്ടഡ് ആൻഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണ്. ദെൻ ദി ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി upper Lebesgue integral. If the upper Lebesgue integral of f over e coincides with the lower Lebesgue integral, then that integral value is called the Lebesgue integral of f, and if that value is finite, then we can say that that function is Lebesgue integrable. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ, അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രലും ലോവർ ലെബേക്ക് ഇൻ്റഗ്രലും ഈക്വൽ ആവണം. ഇനി ആ കിട്ടുന്ന വാല്യൂ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ എന്ന് വിളിക്കും, ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. ആൻഡ് ഇഫ് ദാറ്റ് വാല്യൂ ഈസ് ഫൈനൈറ്റ്, ദെൻ യു ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ലെബേക്ക് ഇൻ്റഗ്രബിൾ എന്നും വിളിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നോക്കുന്നത് തിയറം 3 ആണ്. എഫ് ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇഫ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ, ദെൻ ഇറ്റ്സ് ലെബേക്ക് ഇൻ്റഗ്രൽ കോയിൻസൈഡ് വിത്ത് റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ. അതായത് നിലവിലുള്ള ഫംഗ്ഷൻ ഇയിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ക്ലോസ്ഡ് എ ബിയിൽ നിന്ന് ആറിലേക്കുള്ള ബൗണ്ടഡ് ഫംഗ്ഷനാണ്, മെഷറബിളുമാണ്, ബൗണ്ടഡുമാണ് മെഷറബിളുമാണ്. കാരണം ലെബേക്ക് ഇൻ്റഗ്രബിലിറ്റി പറയണമെങ്കിൽ ഫംഗ്ഷൻ മസ്റ്റ് ബി മെഷറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് എ ബി ആൻഡ് ഇറ്റ് ഈസ് മെഷറബിൾ. ദെൻ ആൻഡ് ഇറ്റ്സ് റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ്. റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ടെങ്കിൽ അതിൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ വാല്യൂവും റീമാൻ ഇൻ്റഗ്രൽ വാല്യൂവും മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് എ ബി ആൻഡ് ഇറ്റ്സ് ബൗണ്ടഡ്, ദെൻ അപ്പർ റീമാൻ ഇൻ്റഗ്രൽ കോയിൻസൈഡ് വിത്ത് ലോവർ റീമാൻ ഇൻ്റഗ്രൽ. അതായത് ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അപ്പർ ലോവർ റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുപ്രീമം ഓഫ് ലോവർ സംസ് ആൻഡ് അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിമം ഓഫ് അപ്പർ സംസ് ആണ്. ദിസ് അപ്പർ സംസ് ആൻഡ് ലോവർ സംസ് ടേക്കൺ ഓവർ ആൾ പാർട്ടീഷൻസ് ഓഫ് ക്ലോസ്ഡ് എ ബി ആയിരിക്കും. പി എന്ന് പറയുന്ന പാർട്ടീഷൻ ക്ലോസ്ഡ് എ ബിയിലാണ്. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സുപ്രീമം ഓവർ ആൾ ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈവ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു അപ്പർ ഇൻ്റഗ്രലിനെയും ലോവർ ഇൻ്റഗ്രലിനെയും. ഇപ്പോൾ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓവറോൾ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് വിച്ച് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. എഫിനേക്കാൾ ചെറിയ എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെയും റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ സുപ്രീമത്തെയാണ് നമ്മൾ ലോവർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ അപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത് എഫിനേക്കാൾ വലിയ സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂസ് എടുക്കുന്നു, അതിൻ്റെ ഇൻഫിമം വാല്യൂയാണ്. പക്ഷേ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷനും സിമ്പിൾ ഫംഗ്ഷൻ കൂടിയായിരിക്കും. അതുകൊണ്ട് ഈ ഡെഫിനിഷനെ സ്റ്റെപ്പ് എന്നുള്ള പേര് മാറ്റി സിമ്പിൾ എന്നാക്കി കഴിഞ്ഞാൽ ലോവർ റീമാൻ ഇൻ്റഗ്രൽ ഈക്വൽ ടു സുപ്രീമം ഓവറാൾ ഇൻ്റഗ്രൽ ഓവർ ഈ ക്ലോസ്ഡ് എ ബി ഫൈവ്, വെർ ഫൈവ് ഈസ് എ സിമ്പിൾ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അപ്പർ ഇൻ്റഗ്രലിലെയും ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷനിലേക്കാണ് ഈ ഡെഫിനിഷൻ കൺവേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇക്വേഷൻ 1ലുള്ള വാല്യൂ ലോവർ ലെബേക്ക് ഇൻ്റഗ്രലും 2ലുള്ള വാല്യൂ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രലുമായിരിക്കും. പക്ഷേ തൊട്ടും മുകളിൽ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അപ്പർ ലെബേക്ക് ഇൻ്റഗ്രൽ കോയിൻസൈഡ് വിത്ത് ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ. ദാറ്റ് മീൻസ് അവർ ഫംഗ്ഷൻ എഫ് ഈസ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് എ ബി ആൻഡ് ഇറ്റ്സ് ലെബേക്ക് ഇൻ്റഗ്രൽ വാല്യൂ
ആക്ച്വലി ഈക്വൽ ടു ദി ഇറ്റ്സ് റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്നായിരിക്കും. ഓക്കെ.